നീറ്റ് പരീക്ഷയ്ക്കായി കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളും സജ്ജമാണ്. തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം. 9 മണി മുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അൻഫിൽ ഡിസൂസ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നീറ്റ് പരീക്ഷയ്ക്കായി സംസ്ഥാനത്തെ കേന്ദ്രങ്ങളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്, തിരുവനന്തപുരത്ത്. കോട്ടൺ ഹിൽ സ്കൂളിൽ രാവിലെ തന്നെ നമുക്ക് ഈ ക്യൂവിൽ കുട്ടികളൊക്കെ തന്നെ പരീക്ഷ എഴുതാനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും തന്നെ അവരുടെ ID കാർഡ് ഉൾപ്പെടെ എത്തി ഇവിടെ ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. കാരണം 11 മണി മുതൽ ആണ് റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. പരീക്ഷ 2:30-ക്കാണ് ആരംഭിക്കുന്നു. 2:30 മുതൽ പരീക്ഷ 5:15 വരെയാണ്. പക്ഷേ റിപ്പോർട്ടിംഗ് ടൈം 11 മണിക്ക് ശേഷം മാത്രമേ ഇവരെ അകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. 11 മണി മുതൽ 1:30 വരെയും അകത്ത് പ്രവേശിക്കാനുള്ള റിപ്പോർട്ടിംഗ് ടൈമാണ്. വൈകി എത്തുന്ന വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല. രാവിലെ തന്നെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ എത്തി ഇവിടെ ഒരു നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് ഒരിക്കൽ റദ്ദ് ചെയ്ത് രണ്ടാമത് നടത്തുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാ പ്രിപ്പറേഷൻസ് ഓക്കെ അല്ലേ? ടെൻഷനൊന്നും ഇല്ല. ഒരു തവണ റദ്ദാക്കിയ പരീക്ഷയാണ്, കുഴപ്പമില്ല. എല്ലാം എടുത്തിട്ടുണ്ടോ? പറഞ്ഞെല്ലാം എല്ലാം എടുത്തിട്ടുണ്ടോ? എല്ലാ തയ്യാറെടുപ്പും ഒക്കെ ആയി തന്നെയാണ് വന്നിരിക്കുന്നത്. എത്ര മണിക്കാണ് അകത്തോട്ട് കയറാൻ പറഞ്ഞത്? 11 മണിക്ക്. 11 മണിക്ക് ഇപ്പൊ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണി. 5:15. എല്ലാം ഓക്കെയാണ്. അപ്പോൾ പാരൻസിന് ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. ഒരു തവണ റദ്ദാക്കിയ എക്സാം എങ്കിലും കുഴപ്പമില്ല. ആദ്യം റീനീറ്റ് നടത്തിയതിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്നത് ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ സാക്രിഫൈസ് എല്ലാം NDA-ക്കാർ കണക്കാക്കാതെ അത്രയും കാര്യസൂക്ഷ്മതയോടെ ആദ്യം ചെയ്യണമായിരുന്നു. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ തന്നെ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് ഇനി തൊട്ടെങ്കിലും എന്താ പറയുക, NDA-ക്കാർ അത്രയും സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യണം. കോളേജ് അഡ്മിഷനൊക്കെ വൈകുമെന്നൊരു ടെൻഷൻ ഉണ്ടല്ലേ? നീറ്റിൻ്റെ ഈ എക്സാമും കോളേജിൻ്റെ അഡ്മിഷനും കൂടെ ഇതൊക്കെ നല്ല വിശ്വാസ്യതയോടെ നടത്തേണ്ട ഓരോ പരീക്ഷകളാണ്. എസ്പെഷ്യലി ഇത്രയും ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ സ്ട്രെസ് കൊടുത്തൊക്കെ നടത്തുന്നതാകുമ്പം അവരത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് പിന്നീട് ഒരുവിധം അവർക്കൊക്കെ എന്ന് തോന്നുന്ന പരീക്ഷ പെട്ടെന്ന് റദ്ദാക്കി എന്ന് കേൾക്കുമ്പോൾ അവർ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളരുന്ന ഒരു സംഭവമാണ്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും കേരളത്തിൽ എവിടെയൊക്കെയാണോ നീറ്റിൻ്റെ കേന്ദ്രങ്ങൾ, പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത് അവിടെയൊക്കെ തന്നെയും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് സനലിനൊപ്പം അൻഫിൽ ഡിസൂസ.